കേരളത്തിൽ ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ വ്യാപകമായ ഒരു പ്രചരണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ പ്രചരണം നടത്തേണ്ട ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് എന്നെനിക്ക് തോന്നുന്നു. അല്ല, ഇത് മയക്കുമരുന്നിനേക്കാൾ വലിയ അപകടമായിട്ട് പുതിയ ജനറേഷനെ ഇവർ സ്വാധീനിക്കുന്നുണ്ട്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ നാലാം തൂണാണ്. അവർക്ക് സമൂഹത്തിനകത്ത് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട്. മാധ്യമങ്ങൾക്ക് ബാക്കിയുള്ള എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ഒക്കെ ഉള്ളതുപോലെ തന്നെ തത്തുല്യമായ ഉത്തരവാദിത്തം മീഡിയയ്ക്കുണ്ട്. ഇവര് ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറഞ്ഞൊരു കാര്യമില്ല. കാരണം ഇവിടുത്തെ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ഒരു കരിയറിനെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നുമല്ല. ആത്മബോധമുള്ള ആത്മാഭിമാനമുള്ള നല്ല തന്തമാരും തള്ളമാരും അവരെ മക്കളെ ഇതിലോട്ട് പറഞ്ഞേക്കരുത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. ബിഗ് ബോസ് സീസൺ 8, 9, 10 ഏത് സീസണാണെന്ന് നമ്മൾ നോക്കാറില്ല, പക്ഷെ എങ്കിലും വരാൻ വേണ്ടി പോവാണ്. പക്ഷേ പൊതുവായിട്ട് കേരളത്തിൽ ലഹരിക്കെതിരെ സംസ്ഥാന സർക്കാർ വ്യാപകമായ ഒരു പ്രചരണം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാർ പ്രചരണം നടത്തേണ്ട ഒരു സംഭവമാണ് ഈ ബിഗ് ബോസ് എന്നെനിക്ക് തോന്നുന്നു. ഈ ബിഗ് ബോസ് തള്ളിവിടുന്ന സാമൂഹ്യ മാലിന്യങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് നമ്മുടെ പൊതുസമൂഹത്തിനുണ്ടാക്കുന്ന ഒരു ആപത്ത് എന്താണ്? അല്ല, ഇത് മയക്കുമരുന്നിനേക്കാൾ വലിയ അപകടമായിട്ട് പുതിയ ജനറേഷനെ ഇവർ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം തൊപ്പിയെ കാണാൻ ആൾക്കാർ ഒന്നായിട്ട് പോകാറുണ്ടായിരുന്നു. അറിയാലോ, തൊപ്പിക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. തൊപ്പിയൊക്കെ ഇവരെക്കാൾ ഫാർ ബെറ്റർ ആണ് എനിക്ക് തോന്നുന്നത്. കുറച്ചുകൂടി ബെറ്ററായി. തെറിയൊക്കെ പറയുന്നുണ്ട്, എന്നാലും അവൻ്റെ ഒരു സെൻസൊക്കെ ഉണ്ട്. അല്ല, ഇപ്പം തെറി പറച്ചിലൊക്കെ നിർത്തിവിള്ളി. അങ്ങനെ കുറേ പേരുണ്ട്. സ്വയം നമ്മൾ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിക്കുന്നത് വിമൽകുമാർ എന്നാണ്. വയനാട് ദുരന്തത്തിൻ്റെ സമയത്ത് ഇവിടുന്ന് കുറച്ചെണ്ണം യൂട്യൂബേഴ്സൊക്കെ കൂടെ പോയിട്ട് കോഴിക്കോട് പോയിട്ട് ഞങ്ങൾ സാധനം കളക്ട് ചെയ്ത് ഞങ്ങൾ കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് സർക്കാർ സംവിധാനത്തിലൂടെ അവിടെ കൊടുക്കുന്നത്. ഇവർ കൊണ്ടുപോകുന്ന ലോകത്തുള്ള എല്ലാവരും ലോഡ് കൊണ്ടുപോയില്ല. ഇന്നത് വലിയ സംഭവമായിട്ട് താങ്കൾ ഇൻഫ്ലുവേഴ്സ് എന്ന് വിളിക്കുക. ചേട്ടാ, ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വണ്ടികൾ വരും. ഈ വണ്ടികൾ വരുമ്പോഴത്തേക്ക് ഈ വണ്ടിയുടെ പുറകിൽ കയറിയിരുന്ന് വീഡിയോ പിടിച്ച ഇൻഫ്ലുവൻസേഴ്സും ഉണ്ട്. നമ്മളൊന്നും ജീവിതത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവേഴ്സ് എന്നൊന്നും നമ്മളെ വിളിക്കത്തില്ല. ഞാൻ എന്നെ ജേർണലിസ്റ്റ് പോലും വിളിക്കുന്നില്ല. നമ്മളെ കയ്യിലൊരു ടൂളുള്ളതുകൊണ്ട് നമ്മളിരുന്ന അഭിപ്രായം പറയുന്നു. ഇവിടെ ഉള്ള ഉണ്ണിമാലകൃഷ്ണനെ പോലെ അല്ലെങ്കിൽ ഒക്കെ ഇരിക്കുന്ന ജേർണലിസ്റ്റുകളുടെ മുമ്പിൽ, ജോൺ ബിട്ടാസിനെ പോലെയോ ഒക്കെയുള്ള ആളുകളുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല, പൈതലുകൾ. അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ചെറിയ ബുദ്ധിക്കകത്ത് തോന്നുന്ന കാര്യം, നമ്മളെ ചെറിയ നിരീക്ഷണ പടവത്തിൽ തോന്നുന്ന കാര്യങ്ങൾ നമ്മളെ കയ്യിലൊരു അതുങ്ങളുടെ സംവിധാനം ഉള്ളതുകൊണ്ട് ഒരു ഫോൺ മതിയല്ലോ, അതിൽ കൂടെ നമ്മൾ ലോകത്തോട് പറയുന്നു. താല്പര്യമുള്ളവർ കേൾക്കാതിരിക്കാം. അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് എന്നൊക്കെ വിളിക്കുമ്പോഴും സെലിബ്രിറ്റി ആണെന്ന് കരുതുമ്പോഴും ഉണ്ടാവുന്ന ഇവർക്ക് നാണം തോന്നുന്നില്ലേ എന്നുള്ളത്. അങ്ങനെ ഉണ്ടല്ലോ, അവർ അയ്യേ തോന്നില്ലേ, അത് തോന്നില്ലേ. അല്പന്മാരാണ് അതിന്റെ പ്രശ്നം. കോൻ ബനേഗ ക്രോർപതി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു അമിതാഭ് ബച്ചന്റെ. നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പ്രോഗ്രാമായിരുന്നു. നമുക്ക് ഇൻട്രസ്റ്റോട് കൂടി കാണാൻ പറ്റുമായിരുന്നു. അതേ പാഠത്തിനാണ് കോടീശ്വരൻ സുരേഷ് ഗോപി. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെയും കണ്ടിരിക്കാൻ തോന്നിരുത്താം. ഇപ്പോൾ അശ്വമേധം എന്ന് പറയുന്ന റിവേഴ്സ് കിസ് നമ്മുടെ GS പ്രദീപിന്റെ, അതൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. വേണ്ടാന്ന് ഇവിടെ പാട്ട് പാടിയാലോ ബാക്കിയുള്ള ഐഡിയ സ്റ്റാർ സിംഗറും നല്ല പ്രോഗ്രാം ആയിരുന്നു. ഒരുപാട് കലാകാരന്മാരെ നമുക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പക്ഷേ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറെ ഏഷ്യാനെറ്റ് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ്. കുറെ സാമൂഹ്യ മാലിന്യങ്ങളെ സൃഷ്ടിച്ചു വിടുന്നു. എനിക്കൊന്ന് ബിഗ് ബോസിന്റെ ആദ്യത്തെ സമയത്തൊക്കെ ഇറങ്ങിയത് കുറച്ച് ക്വാളിറ്റിയുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പരിപാടി വിജയിച്ചു പോകാൻ കാരണം. പക്ഷെ അതിനുശേഷം വന്നിട്ടുള്ളത് എന്താണിത്? ഈ മോഹൻലാൽ എന്നാണോ ഇല്ലെന്ന് ഉളുപ്പില്ലാന്ന് ചോദിക്കാനുള്ളത്. സീസണിൽ പുള്ളി അല്ലാന്ന് അറിയാൻ പറ്റുന്നത്. പുള്ളി കഴിഞ്ഞ സീസണോട് കൂടി പുള്ളിക്കെല്ലാം മതിയായെന്ന് തോന്നുന്നത്. കാരണം അല്ല, അദ്ദേഹത്തിന്റെ കുറച്ച് പ്രൊമോ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം അദ്ദേഹത്തിന്റെ കുറച്ച് പ്രൊമോ വന്നിട്ടുണ്ട്. അവിടെ പോയിട്ട് ആ സ്റ്റേജിൽ നിന്നിട്ട് ഇവരെയൊക്കെ പേരെടുത്ത് വിളിച്ച് സംസാരിച്ച് ജാസ്മിൻ എന്താണത് ചെയ്തത് ബിഗ് ബോസിനോട് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനത്തിനകത്തൊക്കെ പോയിട്ട് കോടികളുടെ വരുമാനമുള്ള നല്ല ആക്ടറല്ലേ, 4 ആഡിൽ പോയിട്ട് മുഖം കാണിച്ചാൽ പോരെ? അതല്ലേ ചെയ്യണ്ടേ? ഇതിന് മമ്മൂട്ടി പോവോ? ഇതിന് മഞ്ജു വാര്യർ പോവോ? ഇതിന് പാർവതി തിരുവോത്ത് പട്ടിണി കിടന്നാലും പോവോ? പൃഥ്വിരാജ് പോവോ? ഒരു സിനിമയിലേക്ക് പോവോ? എന്തിനേറെ പറയുന്നു, നിവിൻ പോളി പോലും പോകത്തില്ല. അതേ പറഞ്ഞേ. സ്വന്തം വലുപ്പം തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് മോഹൻലാലിനത് പറ്റിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഊളത്തരം കാണിക്കാൻ അവിടെ പോയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഖിൽ വാരാറ് തന്നെ ആദ്യം പറഞ്ഞത് എനിക്ക് 1 കോടി തരാമെന്ന് പറഞ്ഞാലും ഞാൻ പോകത്തില്ലെന്നാണ് പറഞ്ഞത്. ഈ 50 ലക്ഷം കിട്ടുന്നത്. പക്ഷേ 1 കോടിക്ക് മേലുള്ളവർക്ക് പിന്നീട് അങ്ങനെ ചെയ്യാം. ഉദ്ഘാടനങ്ങൾക്കും ബാക്കിയുള്ളതിനും ഒക്കെ പോയിട്ട് അതൊക്കെ 1 കോടി 2 CR ഒക്കെ ഉണ്ടാക്കാം. അതൊക്കെ ഉണ്ടാക്കുന്നുമുണ്ട് അവരൊക്കെ. അതിനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ളത് അഖിലിന് കച്ചവടം അറിയാം. അതുകൊണ്ട് എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ പോകത്തില്ല എന്നൊന്നും പറയുന്നില്ല. എന്നെയൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര 4 മാസമോ 100 ദിവസം 100 ദിവസം എന്ന് പറഞ്ഞാൽ 3 മാസത്തിലാണ്. ഞാൻ ഒരു 20 ലക്ഷം രൂപയെങ്കിലും അഡ്വാൻസ് തന്നിട്ട്, കാരണം അവിടെ പോയിട്ട് സഫർ ചെയ്യണമല്ലോ അവരിവിടെ. ഇതെന്ത് ഗെയിമാണ്? ഇതിനെന്ത് ക്വാളിറ്റിയല്ലേ അവിടെ പോയിരുന്നിട്ട്? ഞാൻ കുളിക്കാറില്ല,
ഞാൻ പിന്നെ 2 ദിവസം കൂടുമ്പോഴാണ് കുളിക്കാറ്. ഞാൻ പല്ല് തേക്കാറില്ല എന്ന കഴിഞ്ഞ തവണ ഒരു പെണ്ണ്, പേരൊന്നും നമ്മൾ പറയണ്ട, മാത്രം ഇല്ല, ആളുകൾക്ക് അറിയാതൊക്കെ ഒരു പെണ്ണ് പോയിരുന്നു പറയുക. എന്നിട്ടുള്ള കോപ്രായങ്ങൾ മുഴുവൻ അതിനകത്ത് ഈ ഹൗസിനകത്ത് നിന്ന് കാണിക്കുക. ഞാനത് ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ 2022 സീസണിലായിരുന്നു. സോഷ്യൽ ആക്റ്റീവ് സ്റ്റുഡിയോ ആയിട്ടുള്ള ജസ്ല മാടശ്ശേരി, അവൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്ല ഇതിനകത്ത് വന്നപ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്, ഇതിനെക്കുറിച്ച് ശ്രദ്ധിച്ചത്. അവൾ ഇതിനകത്ത് ഉണ്ടായിരുന്നു. മാടശ്ശേരി 10 ദിവസം കണ്ടതിനകത്ത് നിന്നുള്ളൂ, അതിനുള്ളിൽ തന്നെ അടിച്ച് പിരിഞ്ഞിറങ്ങി പോകുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നിലപാടുള്ള ആളുകൾക്ക് അതിനകത്ത് നിൽക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. പോയി പെട്ടെന്നുള്ള അവസ്ഥയിലായിരിക്കും. പെട്ടെന്നുള്ള അവസ്ഥ. പിന്നെ വേറൊരുത്തരുണ്ടായിരുന്നു, അലറൽ വീരൻ. അലറൽ വീരൻ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. എന്റെ അപ്പോ എന്തായാലും വേദികളിൽ പോയി കഴിഞ്ഞാൽ, ഉദ്ഘാടനത്തിന് വിളിച്ചു കഴിഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുക. എനിക്കൊന്നും പല സ്കൂളുകളിലും ഇവനെയൊക്കെ ക്ഷണിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് സംസ്ഥാന സർക്കാർ തന്നെ സ്കൂളുകൾക്ക് നിർദ്ദേശം കൊടുത്തു, ഇവനെ പോലുള്ള അലവലാദികളൊന്നും സ്കൂളിൽ വിളിച്ച് കയറ്റരുതെന്നും പറഞ്ഞുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറയുന്ന വേടൻ എത്ര ക്വാളിറ്റി ഉണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ, വേടൻ എത്ര ക്വാളിറ്റി ഉണ്ട്, വേടനൊരു ഒരു റേഞ്ച് ഉണ്ട് പിന്നെ കാര്യത്തിനകത്ത്. വേടൻ ഉയർത്തുന്ന ഒരു വലിയൊരു ആശയമുണ്ട് എന്ന്. ഇതൊന്നുമില്ലാതെ ഇവരൊക്കെ എന്താണെന്ന് പറയുന്നത്, ഇവരൊക്കെ കാരണം പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ എന്തൊക്കെയാണ്? ഇവർ കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് ആളുകളെ പറ്റിച്ചുകൊണ്ട് നടക്കുന്നതല്ലാതെ ഇതിന് അഡിക്റ്റായി പോകുന്ന കുറേ ആളുകളുണ്ടെന്നേ. ഈ സോഷ്യൽ മീഡിയയ്ക്ക് അഡിക്റ്റ് ആവുന്ന കുറേയധികം കുട്ടികളുണ്ട് എന്ന് പറയുന്ന മാതിരി തന്നെ പലരും ഇന്നിപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയാൻ പാടില്ല. അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി ആരാണെന്നും ധനകാര്യ വകുപ്പ് മന്ത്രി ആരാണെന്നും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. കേരളത്തിൻ്റെ ഗവർണർ ആരാന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ആരാന്ന് ചോദിച്ചാൽ അറിയാൻ പറ്റത്തില്ല. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണെന്നും മന്ത്രിമാരാരാണെന്നും അറിയത്തില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഇവർക്ക് അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഈ ബിഗ് ബോസ് സീസൺ 5, 6, 7 മത്സരാർത്ഥികൾ ആരായിരുന്നു, ഇവരാരായിരുന്നു. ഇങ്ങനെ ഒരു അഡിക്ഷനായിട്ട് ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന കുറെ എന്താ പറയുക, ഈ സാമൂഹ്യ മാലിന്യങ്ങൾ എന്നുള്ള ആ പദം തന്നെ ഉപയോഗിക്കുന്നു. തെറ്റായ മാതൃകകൾ നമ്മുടെ കുട്ടികളുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുക്കുക, ബിഗ് ബോസിൽ നിന്ന് കയറണം എന്നുള്ള ആഗ്രഹമായിട്ട് പലർക്കും മാറുക. ഇതൊക്കെ ആലോചിക്കുക, അത് ഒരു തലമുറയെ നശിപ്പിക്കുകയാണ്. ഏഷ്യാനെറ്റ് പോലെയുള്ള ഒരു സ്ഥാപനം ഇത്തരം നിരുത്തരവാദപരമായ പ്രോഗ്രാമുകൾ നടത്തരുത്. കാരണം മീഡിയ ആണല്ലോ ഇതെന്തായാലും, ഒരു മാധ്യമ സ്ഥാപനമാണ്. മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ 4ാം തൂണാണ്. അവർക്ക് സമൂഹത്തിനകത്ത് വലിയ ഉത്തരവാദിത്തങ്ങളുണ്ട് മാധ്യമങ്ങൾക്ക്. ബാക്കിയുള്ള എക്സിക്യൂട്ടീവിനും ജുഡീഷ്യറിക്കും ഒക്കെ ഉള്ളതുപോലെ തന്നെ തത്തുല്യമായ ഉത്തരവാദിത്തം മീഡിയയ്ക്കുണ്ട്. ആ ഒരു അറിവാണ് ഇവർക്ക് വേണ്ടത്. പലതരത്തിലുള്ള കൾച്ചറുകളും പലതരത്തിലുള്ള ആളുകളുടെ സ്വഭാവ രീതികളും ഒക്കെ പൊതുജനങ്ങളെ ധരിപ്പിക്കുന്നതിന് എന്ന ഉദ്ദേശത്തോടു കൂടിയാണല്ലോ ഇവർ ഈ ഷോ കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗെയിം പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം സമൂഹത്തിലുണ്ടാക്കുന്ന, ഇപ്പോൾ ബിഗ് ബോസ് വിന്നറാണ് ജിൻഡോ ഒരു പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഇതിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സിൻഡോ എന്ന് പറയുന്ന ഒരുത്തൻ ആരോപണമായിട്ട് രംഗത്ത് വരും. ഈ ജിൻഡോ എന്ന് പറയുന്നവൻ സിൻഡോയുടെ പല്ലടിച്ച് തകർക്കോ, സിജോയോ അവൻ്റെ പേര് നമുക്ക് ഓർമ്മയില്ല, അവൻ്റെ പല്ലടിച്ച് പറിക്കുക അങ്ങോട്ട് ചെയ്തിരുന്നു മറ്റേ ഇതിൽ വെച്ചിട്ട്, ബിഗ് ബോസിൽ വെച്ചിട്ട്. ഉടനെ തന്നെ ഇവനെതിരെ ആരോപണമായിട്ട് വന്നേക്കാണ്, ജിൻഡോ പെണ്ണുപിടിയനാണ്, അവൻ മാമയാണ്, കോപ്പാണ്, മാങ്ങാത്തുലിയൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ ഭയങ്കര ആരോപണം കണ്ടന്റ് ഉണ്ടാക്കുന്നതാണ്. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ഒരേ സമയം ഒരേ കല്യാണത്തിൽ ഒരു എൻഗേജ്മെന്റിൽ പങ്കെടുക്കുന്ന വീഡിയോയും പുറത്തു വരുന്നുണ്ട്. പരസ്പരം പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോദിക്കുന്നത്, കുറെ ആളുകൾ ഈ ഫ്രെയിമിൽ പിന്നെ കുറെ ആളുകൾ ജിൻഡോയുടെ പുറകെ കൂടും, കുറെ ആളുകൾ സിൻഡോയുടെ പുറകെ കൂടും. ഇവര് ഈ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നൊരു കാര്യമില്ല. കാരണം ഇവിടുത്തെ ഈ രാജ്യത്തെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനോ അവരുടെ ഒരു കരിയറിനെ കുറിച്ച് ചിന്തിക്കാനോ ഒന്നുമല്ല. ഈ സിൻഡോ എന്ത് കാണിക്കുന്നു, ജിൻഡോ എന്ത് കാണിക്കുന്നു, അല്ലെങ്കിൽ അഖിൽമാരാർ എന്ത് കാണിക്കുന്നു, റോബിൻ എന്ത് കാണിക്കുന്നു എന്നൊക്കെ ചിന്തിച്ച് ഇവരുടെ സമയമല്ല നഷ്ടപ്പെടുത്തുന്നത്, ഇവരുടെ ഭാവിയല്ല ഇവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓൺലൈൻ രംഗത്ത് ഞാൻ വന്നതിന് ശേഷം എന്നോട് ചില ആൾക്കാർ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ട്രീറ്റ്മെൻറ്റ് വിഷയമൊക്കെ ഞാൻ വന്നപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു, ഇത് കത്തിക്കാം, ഞാൻ അതിനെതിരെ ഒരു സ്റ്റോറി ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അതിനൊരു മറുപടി ചെയ്യുക എന്നോട് പറഞ്ഞിട്ടുള്ളൂ. രണ്ടുപേർക്കും ഫേമസ് ആവും. അപ്പോൾ രണ്ടുപേർക്കും ഫേമസ് ആവും. ഞാനതിന് പോയതേ ഇല്ല. അവർ ചെയ്യുകയോ ചെയ്യാതിരിക്കട്ടെ എന്ന് കരുതി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യാതിരിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടോണിൽ കൊണ്ടുപോവുകയോ ഒക്കെ ചെയ്യാം, ഞാൻ അതിന് മറുപടി തരാണെന്ന് ഞാൻ വരില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇപ്പോൾ ഞാൻ ഈ പരിപാടി അങ്ങനെ കാണാറേ ഇല്ല കേട്ടോ. അപ്പോഴും ഇപ്പോഴൊക്കെ ഈ ഫേസ്ബുക്ക് തുറക്കുമ്പോഴുള്ള ചില റീൽസ് വരുമല്ലോ, ഷോർട്സ് ഒന്ന് കാണുന്നതേ ഉള്ളൂ, ഇരുന്ന് അത് കുത്തിയിരുന്ന് കാണാറില്ല. എനിക്ക് വളരെ എന്തെങ്കിലും ഡിപ്രഷൻ അടിക്കുക അല്ലെങ്കിൽ മെൻ്റലി ഡിസ്റ്റർബ്ഡ് ആവുകയോ ചെയ്യുന്ന സമയം ഈ സുബി എന്ന് പറയുന്ന ഒരു മരിച്ചുപോയ നടി ഉണ്ടായിരുന്നു, ഒരു കുട്ടിപ്പട്ടാളം എന്ന് പറഞ്ഞ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിട്ടാണ് കുഞ്ഞുങ്ങളായിട്ട്, ഭയങ്കര ഗംഭീരം പരിപാടിയായിരുന്നു കുഞ്ഞുങ്ങളെ. അപ്പോൾ ഞാൻ അത് കാണും. അല്ലെങ്കിൽ കാപ്പിപ്പൊടി അച്ഛനുണ്ട്, പുത്തമ്പരക്കിൽ പ്രസംഗം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഫ്രീ ആയി, നമ്മൾ ഒരു പുസ്തകം ഒന്നും വായിക്കാനുള്ള ക്ഷമയുണ്ടാവില്ല ആ സമയത്ത്. അപ്പോൾ നമ്മൾ വളരെ ഫ്രീ ആയി കംഫർട്ടബിളായി നമ്മൾ ഈ കാര്യത്തിനകത്ത് പിന്നെ നമ്മളെ പണിയിലേക്ക് പോവാം. പിന്നെ ഈ അലറൽ വീരൻ എന്ന് പറയുന്നവൻ, അവൻ്റെ അച്ഛനെക്കുറിച്ച് വേറെ ചില ആരോപണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതങ്ങനെ അതവിടെ നിൽക്കട്ടെ. പിന്നെ ഉള്ളത് ഫിലി റിവ്യൂ നടത്തുക എല്ലാവരും. ഒരു ദിവസം ഒരു 6-8 എണ്ണം
എന്ന് പറയുന്ന ഒറിജിനൽ പേര് എനിക്കറിയത്തില്ല. ഈ പുള്ളി സന്തോഷ് വർക്കി. പുള്ളി കുറച്ച് ഹൈലി എസെൻട്രിക് ആണ്, ചെറിയൊരു ഡിസോർഡർ ഉണ്ട്. പുള്ളി തന്നെ സമ്മതിച്ചിട്ടുണ്ട്, ബാലയുടെ മുമ്പിൽ നിന്നൊക്കെ സമ്മതിച്ചിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ ഉണ്ട്. പക്ഷെ അവൻ കുറച്ചുകൂടി ജെന്യൂനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. സ്റ്റഫ് ഉണ്ട് അവൻ, അത്യാവശ്യം സിനിമയെക്കുറിച്ച് ഒരു ഏറെക്കുറെ ചില കാര്യങ്ങളൊക്കെ പറയാം. എനിക്ക് പുസ്തകം വായിച്ച അറിവ് കൂടി ഭ്രാന്തായി മാറി. അറിവ് കൂടി ഭ്രാന്തായതാ. ഫിലോസഫിക്കലായിട്ടൊക്കെ പല കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യാം. ഫിലോസഫിക്കൽ ഡെപ്തുള്ള പല കാര്യങ്ങളും അയാൾക്ക് വിവരം ഉണ്ടായിരുന്നു. പക്ഷെ അവരെ ഈ ഓൺലൈൻ മീഡിയക്കാർ വിളിച്ചെടുത്തിട്ട് തനി കൊണകൊണ ചോദ്യം ചോദിക്കുന്നത്. അതാണ് പ്രശ്നം. ഫേമസ് ആവാൻ വേണ്ടിട്ട് അവനും താല്പര്യം ഉണ്ടാവുമല്ലോ, അറിയപ്പെടാനായിട്ട്. അവന് ഈ ക്രഷ് പറയുന്നത് അത് സെലിബ്രിറ്റി ആവാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം നിർത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ജയിലിലൊക്കെ കുറച്ച് ദിവസം കിടന്നു കഴിഞ്ഞിട്ട് പാവത്തിനെ ജയിലിലിട്ടപ്പോൾ എനിക്ക് സങ്കടമായി പോയി. വേറെ ഒരുത്തരുണ്ട് അലൻ ജോസ് പെരേര. എന്തോ കാണിക്കുന്നത്, ഇരുന്ന് ചാടിക്കളിക്കുക, ആ സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാ. ഇവന്റെയൊക്കെ അപ്പനും അമ്മയ്ക്കും പക്ഷേ നിയന്ത്രിക്കാൻ ഇതെനിക്ക് അലൻ ജോസ് പെരേര എന്നൊക്കെ അല്ല, അവനെ ടാർഗറ്റ് ഇതിനകത്ത് കയറണം. അല്ല, ഞാൻ പറഞ്ഞത് ഈ അലൻ ജോസ് പെരേര, അതോടൊപ്പം തന്നെ വേറെ കുറച്ചധികം ആളുകളുണ്ട്, പൈനാപ്പിൾ ആണ്, അങ്ങനെ കുറെ പേരുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ചിട്ട് ഇവരൊക്കെ പിന്നെ ഒരു കുറച്ച് എന്റർടൈനർ ആണ് എനിക്ക് തോന്നുന്നത്. ഇവർ കുറച്ചൊക്കെ എന്റർടൈനർ ആണ്, ആളുകളെ ഇങ്ങനെ ഒരു ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. കാരണം ആ പാട്ട് പാടുന്ന ഒരു തട്ടുണ്ടാൽ മതി. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഇവർക്കൊന്നും ആരും അഡിക്റ്റഡ് ഒന്നുമല്ല. ഈ അലിൻ ജോസ് പെരേരയ്ക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന കോമിക് കഥാപാത്രങ്ങൾ ഒരു എന്റർടൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. അവർക്കാണെങ്കിൽ ഞങ്ങളൊന്നും അറിയപ്പെട്ട ഇതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ ദിവസം ധ്യാൻ ശ്രീനിവാസനെ ഒക്കെ വിമർശിച്ചുകൊണ്ടൊരു ഒരു പുള്ളി, ഞാൻ ആരുടെ പേര് പറയുന്നൊന്നുമില്ല, ഒരു സീക്രട്ട് ഏജന്റിന്റെ വിമർശനങ്ങളൊക്കെ കുറച്ചുകൂടി ഇല്ലല്ല. അവന്റെ ഫിലിം റിവ്യൂ ആണ് നടത്തുന്നത്. അവന്റെ ഫിലിം റിവ്യൂ എന്ത് ഡെപ്തുള്ള. നമ്മൾ കണ്ട സിനിമയെ കുറിച്ച് അവൻ അഭിപ്രായം പറയുമ്പോൾ ഒരു കാര്യമില്ല. പക്ഷെ അവൻ പറയുന്നത് എങ്ങനെ, നമ്മളിപ്പോ ഈ കാര്യം പറയുന്ന പോലെ ചിരിച്ച് കളിച്ചിരുന്നിട്ടാണ് പറയുന്നത്. വളരെ കാഷ്വൽ ആയിട്ടുള്ള സാധനം. ഇവര് കാറിനകത്തിരുന്ന് ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അവരുടെ കൂടെ ഒരു പെൺകുട്ടി എപ്പോഴും കാണും. ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ വല്ല ഏജന്റ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ എന്തായിരുന്നാൽ ഞാൻ അങ്ങനെ ആരോപണം ഉന്നയിക്കുന്നില്ല, എനിക്ക് അറിയത്തില്ല, പറഞ്ഞേ ഉള്ളൂ. ഇവൻ ഭയങ്കര ഇങ്ങനെയൊക്കെ താടിയൊക്കെ പിടിച്ച് ഗോവിന്ദമാഷിനെ MA ബേബിയുടെ താഴെയായി ഇവൻ. അവരായിട്ട് കമ്പയർ ചെയ്യുന്നതിന് അപ്പുറത്ത് ആരുമായിട്ടും കമ്പയർ ചെയ്യണ്ടല്ലോ. വളരെ ബുദ്ധിപരമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് പൊട്ടത്തരം വിളിച്ചു പറയുകയാണ് ചെയ്യുന്നത്, ഗൗരവത്തോടെ. ഏകദേശം ആ ഒരു രീതിയിലൊക്കെ തന്നെ അഖിൽമാരാറിനെ ഇപ്പൊ എനിക്ക് ഏറ്റവും വലിയ വേസ്റ്റ് അവനാ. അല്ല, ഈ അഖിൽമാരാറിനൊക്കെ ഈ കോൺഗ്രസ് നേതാക്കന്മാർ വരെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത് കാണുമ്പോഴത്തേക്കാണ് ഇവനൊക്കെ ഒരു സാമൂഹിക വിപത്താണെന്ന് വിളിച്ചു പറയാനുള്ള ഒരു ചങ്കൂറ്റം ഈ പറയുന്ന പാർട്ടി നേതാക്കന്മാരൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇവർ വിചാരിക്കുന്നത് എന്താ പറയുക, ഇവൻ്റെയൊക്കെ പുറകിൽ 10 വോട്ട്. ഇവനെയൊക്കെ കേരളത്തിലെ ഏതെങ്കിലും ഒരു നിയമസഭയിൽ അഖിൽമാരാറെ മത്സരിപ്പിച്ചാൽ അഖിൽമാരാറ് വോട്ട് എണ്ണി തുടങ്ങി രാവിലെ 7 മണിക്ക് എണ്ണി തുടങ്ങി കഴിഞ്ഞാൽ 7:30 ആകുമ്പോഴത്തേക്ക് തോറ്റ റിസൾട്ട് ആയിരിക്കും ആദ്യം പറഞ്ഞു. അവന് കൊട്ടാരക്കര നിൽക്കാൻ താല്പര്യമുണ്ട്. ഒരു കാര്യമില്ല, കൊട്ടാരക്കരയൊക്കെ മത്സരിച്ച് കഴിഞ്ഞാൽ 7:15 7 മണിക്ക് വോട്ട് എണ്ണി തുടങ്ങും, 7:10 ആകുമ്പോഴത്തേക്ക് പൈസ ഉണ്ടാക്കി ഒരു ഇന്റർവ്യൂ പോയാൽ അത് അദ്ദേഹത്തിന് അത് അയാളുടെ കഴിവാണ്. അത് അയാളുടെ കഴിവാണ്. അത് നമ്മൾ ഒരു കാര്യത്തിനും അങ്ങനെയുള്ള. പിന്നെ ഒരു കാലത്ത് ഷക്കീലയാണല്ലോ ഏറ്റവും കൂടുതൽ ഉദ്ഘാടനം നടത്തിയിരുന്നത്. പിന്നെ പൊട്ടത്തരം പറയുന്ന കേൾക്കാനും ആൾക്കാരുണ്ടാവും. പിന്നെ ഇവർ ഈ ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പം ഇവരൊക്കെ ഇപ്പോൾ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കുന്നുണ്ട് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോൾ. ഇത് ബിഗ് ബോസ് അല്ലാന്നേ, ഇതൊരു എന്താ പറയുന്നത്, അടിമ എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. പക്ഷേ ഒരു നിലവാരവും ഇല്ലാത്ത പരിപാടിക്ക് ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേര് തന്നെ ഇടുന്ന മോശം. ഞാൻ പറയുന്നത് ഏഷ്യാനെറ്റ് പോലെയുള്ള മാധ്യമ സ്ഥാപനത്തിന് രാജീവ് ചന്ദ്രശേഖർ പോലെയുള്ള ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഈ സംസ്ഥാനത്തിനെ പുതിയ കാലത്തേക്ക് കൈപിടിച്ചുയർത്തുമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടത്തുന്ന ആളുടെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിൽ ഇങ്ങനത്തെ വൃത്തികെട്ട പരിപാടി വേണ്ട എന്ന് അയാൾ തീരുമാനിക്കണം. മാനേജ്മെന്റ് തീരുമാനിക്കണ്ടേ ആ പരിപാടി വേണ്ട, അതിൽ നിന്നുള്ള കാശ് വേണ്ടെന്ന് തീരുമാനിക്കണം. അതിലേറെ നല്ലത് ചാരായം പാറ്റാൻ പോട്ടെ. തീർച്ചയായിട്ടും അത് രാജീവ് ചന്ദ്രശേഖറാണ് മനസ്സിലാക്കേണ്ടത്. അയാളെപ്പോലെ ഉത്തരവാദിത്തമുള്ള ഒരാളുടെ സ്ഥാപനത്തിനകത്ത് ഇമാതിരി വൃത്തികെട്ട പരിപാടികളൊക്കെ വെച്ച് ഈ തലമുറയെ വഴിതെറ്റിക്കുന്ന ആള് പിന്നെ കേരളത്തെ ഉദ്ധരിക്കും എന്ന് പറഞ്ഞിട്ട് പ്രസംഗിക്കരുത്. അങ്ങനെ ഒരു പാർട്ടിയുടെ ലഹരിക്കെതിരെ വ്യാപകമായ പ്രചരണം നടത്തി. ഞാൻ പറഞ്ഞു, ലഹരിയേക്കാൾ വലിയൊരു അഡിക്ഷനാണ് കേരളത്തിലെ പൊതുസമൂഹം ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു സൈക്കോളജി എന്താണെന്ന് ഞാൻ പറയട്ടെ. ഇപ്പം ഞാൻ റോഡിലേക്ക് ഇറങ്ങുന്നു, അല്ലെങ്കിൽ ഒരു മാളിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു 10 ബൗൺസേഴ്സിനായിട്ട് ചെല്ലുന്നു. 10 ബൗൺസേഴ്സിനായിട്ട് ചെന്നിട്ട് ഒരാളും അപ്പുറത്തിപ്പുറത്തൊന്നും ഒരാളും ഉണ്ടാവത്തില്ല. ഇവന്മാർ കാണിക്കുന്നത് വെച്ചാൽ മാറ് ആര് ബൗൺസേഴ്സ് മാറെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇതിന് നടുക്കൂടെ ഇവനൊരു ഭയങ്കര ഷോ കാണിച്ചു. ഇപ്പോൾ ആളുകൾ എത്തി നോക്കി ഇതെന്താ സംഭവിക്കുന്നുണ്ട്, ഇതെന്താ സംഭവം എന്ന് വിചാരിച്ചിട്ട് ആളുകൾ അവിടെ നിന്ന് ഇവിടുന്ന് എത്തി നോക്കും. അപ്പോൾ ഈ നടന്നു പോകുന്ന പൊട്ടൻ എന്താ വിചാരിക്കുന്നത് അറിയാം, ഈ ബൗൺസേഴ്സിനിടെ കൊണ്ട് നടന്നു പോകുന്ന പൊട്ടൻ വിചാരിക്കും, എൻ്റെ ഇതല്ല എൻ്റെ ആരാധകര ഒരു കോപ്പമല്ല എന്നുള്ളതാണ് സത്യം. ഇതിപ്പോൾ ഞാൻ നാളെ പോയി അങ്ങനെ ഒരു 10 ബൗൺസേഴ്സിനായിട്ട് ഏതെങ്കിലും ഒരു കുറേ ആളുകൾ കൂടുന്ന സ്ഥലത്തേക്ക് നീ ഇതുണ്ട് രാജേട്ടൻ ചെന്ന് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം അവർ പുറകെ കൂടും, ആളുകൾ പുറകെ കൂടും. ഇതെന്താ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട്. ഇവർക്ക് ആരാധകരേ ഉള്ളൂ, ശത്രുക്കളില്ല. നമുക്കൊക്കെ എത്ര ശത്രുക്കളുണ്ട്, രാഷ്ട്രീയമായിട്ട് പ്രബലരായിട്ട് എത്ര ശത്രുക്കളുണ്ട്. തീർച്ചയായിട്ടും. എന്നിട്ട് നമ്മൾ ഈ റോഡിൽ കൂടെ നടക്കുകയും ചായ കുടിക്കുകയും
പിന്നെ സൈക്കിൾ ഓടിക്കുകയും നമ്മൾ റോഡിൽ കൂടെ നടന്ന് തന്നെയാണ് പോകുന്നത്, അല്ലാണ്ട് കൂളായിട്ടാ ഒരു ഇതിലാണ്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാമൂഹ്യ ശല്യങ്ങളെ സൃഷ്ടിക്കുന്ന ഈ ഒരു പരിപാടിയിൽ നിന്ന് ഏഷ്യാനെറ്റ് പിന്മാറണം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇവിടുത്തെ പ്രബുദ്ധരായിട്ടുള്ള പൊതുസമൂഹം ഇതുപോലെയുള്ള പരിപാടികൾക്കെതിരെ ശക്തമായിട്ട് രംഗത്ത് വരണം. പൊതുസമൂഹം എന്നുള്ളതല്ല, ഞാൻ വീണ്ടും വ്യക്തിപരമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരനെയാണ്. രാജീവ് ചന്ദ്രശേഖർ ഉത്തരവാദിത്വബോധമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണെങ്കിൽ ഈ പരിപാടി അതിനകത്ത് വെക്കരുത്. ആ പരിപാടി അതിനകത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ചാനൽ കച്ചവടം മാത്രം നടത്തി പോകണം, രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം. ഇതിനപ്പുറം എനിക്ക് കാരണം ഒരു ചില രാഷ്ട്രീയ ഉത്തരവാദിത്തങ്ങളൊക്കെ രാജീവ് ചന്ദ്രശേഖർക്ക് ഉണ്ടല്ലോ. ഉണ്ട്. ആ ഉത്തരവാദിത്തത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ പാടില്ല. ഈ ബിഗ് ബോസ് പോലെയുള്ള ഇതേപോലെയുള്ള സാമൂഹ്യ ശല്യങ്ങളെ സൃഷ്ടിച്ചു വിടുന്ന ഇവർ ഇങ്ങനെ കാശിനോട് ആർത്തിയല്ലെന്നേ. കാരണം ഇവർ പരസ്പരം കിടന്ന് തെറി വിളിക്കുന്ന ഈ തെറി കേട്ടോണ്ട്, അല്ലെങ്കിൽ ഇവരുടെ പരസ്പര ആരോപണങ്ങളിലേക്ക് മാത്രം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ ചിന്തകളെ കൊണ്ട് കെട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു ക്രൂരത ഈ സമൂഹത്തോട് രാജീവ് ചന്ദ്രശേഖർക്ക് ചെയ്യാനുണ്ടോ? അശ്ലീല വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്ന തൊപ്പി എന്ന് പറയുന്ന പയ്യൻ ഇപ്പൊ കുറച്ച് മാറി വളരെ മാറി. പക്ഷെ ആ തെറി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്ത് പറഞ്ഞാലും തെറിയും ലൈംഗിക അവയവങ്ങളുടെ പേരും ഒക്കെ പരസ്യമായിട്ട് ഉദ്ഘാടന വേദികളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ആളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഹോ എന്ന് പറഞ്ഞ ആർത്ത് വിളിക്കുന്ന നാട്ടുകാരിറങ്ങി പണി കൊടുത്തത് കൊണ്ടാണ് അതൊക്കെ നിന്നത്. നാട്ടുകാരെ ശക്തമായിട്ട് അതിനകത്ത് പ്രതിഷേധിക്കേണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ബിഗ് ബോസിലെയും ഇതേമാതിരി ഈ ആക്രി ഈഗിരി പിള്ളേരുടെ ഒക്കെ ഭാവി നശിപ്പിക്കുന്ന രീതിയിൽ അവരെയൊക്കെ അവരുടെ ഫാൻ ക്ലബാക്കി മാറ്റുന്ന രീതിയിലൊക്കെ ഈ നമ്മുടെ സ്കൂളുകളും കുറച്ച് അലേർട്ടാവേണ്ടതുണ്ട്, നമ്മുടെ മാതാപിതാക്കന്മാരൊക്കെ കുറച്ച് അലേർട്ടാവേണ്ടതുണ്ട്. കാരണം ഇതേമാതിരി വേഷം കെട്ടി ഇറങ്ങുന്ന ഒന്നും അന്തവും കുന്തവും അറിയാൻ പാടില്ലാത്ത ഊളകളുടെ ഫാൻ ഗ്രൂപ്പായിട്ട് അവസാനിക്കേണ്ടതല്ല നമ്മുടെ പുതിയ തലമുറ എന്നുള്ളതാണ്. മാന്യതയുള്ള പിന്നെ ആത്മബോധമുള്ള ആത്മാഭിമാനമുള്ള നല്ല തന്തമാരും തള്ളമാരും അവരെ മക്കളെ ഇതിലോട്ട് പറഞ്ഞേക്കരുത്. ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ബിഗ് ബോസിലേക്കും പറഞ്ഞേക്കരുത്. ഇത് കാണാനും അവർക്ക് ചാനൽ വെച്ച് കൊടുക്കുകയും ചെയ്യാൻ പാടില്ല.